ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അടക്കമുള്ള എല്ലാ നബിമാരുടെ കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്ത്? എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഷാഫിഈ പറയുന്നത് അശ്റു ദിൽഹിജ്ജ ഫി അയ്യാമി മഅലൂമാത്തിൻ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളും അഭിപ്രായമാണ്. മനസ്സിലായില്ല? വലിയ പെരുന്നാളിന്റെ പ്രഭാതം തന്നെ സത്യം, വലയാലിൻ അശർ അതിനു മുമ്പുള്ള 10 രാത്രികൾ, ഇരട്ട, വത്ർ ഒറ്റ, 2 1 3, അപ്പോൾ അയ്യാമുത്ത ശരിക്ക് അടക്കം 13. ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എന്താണ് പെരുപ്പിക്കേണ്ടത്? أكثر التسبيح والتحميد والتهليل والتكبير سبحان الله والحمد لله ولا إله إلا الله والله أكبر تكملة ولا حول ولا قوة إلا بالله العلي العظيم. ഇത് തുടങ്ങിക്കോളി. മിക്കവാറും ഇന്ന് ഒന്നായിരിക്കും. ഇന്ന് അസ്തമിച്ചത് 99%, 99% ഇന്ന് അസ്തമിച്ചത് ഒന്നായിരിക്കും. ഈ ദിക്ർ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാ ഇന്ന് അസറോട് കൂടി തന്നെ തുടങ്ങിക്കോളി. അങ്ങനെ നടക്കുമ്പോ ചെല്ല. ഇനി 10 ദിവസം അതല്ലാത്ത വർത്തമാനം വേണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന്. പിന്നെ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ ഓതുക. എല്ലാ രാത്രിയിലും ഒരു തവണയെങ്കിലും സൂറത്തുൽ ഫജ്ർ ഓതുക. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد എന്ന സൂറത്ത് ഓതുക. മനസ്സിലായില്ലേ? 2 മിനിറ്റ് 3 മിനിറ്റ് അത് ഓതുക എല്ലാ രാത്രിയും. എന്നിട്ട് ഖൈറിന് വേണ്ടി ദുആ ചെയ്യാം. 3 ഒരു നോമ്പിന് ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയുണ്ടെന്ന് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ബൈഹഖി ഇമാം ദലായിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി തുർമദിയിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ. ഒരു നോമ്പിന് ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലി ഉണ്ട്. 1 മുതൽ 8 വരെ. 9 2 കൊല്ലത്തെ കൂലി. അപ്പൊ 9 നോമ്പോണ്ട് 10 കൊല്ലത്തെ കൂലി. ഫജ്ർ ഓതുക. പിന്നെ എല്ലാ പകലിലും ഈ 9 അടക്കം 10 നോമ്പ് ഹറാമാണ്. 9 അടക്കം 10 കൊല്ലത്തെ കൂലി കിട്ടും. 1 2 3 4 5 6 7 8 ഓരോ നോമ്പിനും 1 കൊല്ലത്തെ കൂലിയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? 9 നോമ്പിന് 2 കൊല്ലത്തെ കൂലി. അപ്പോൾ 9 നോമ്പോണ്ട് 10 കൊല്ലത്തെ കൂലി. ഫർദ് കളാ വിട്ട നോമ്പെടുക്കുക. 1 മുതൽ 9 അടക്കം നോമ്പെടുക്കുക. പിന്നെ ഈ വൽഫജ്രി സൂറത്ത് ഓതുക. പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് സദാ സമയവും മറ്റേ രാത്രി ഓതുക. ഒറ്റ ഫുൾ ഓതണം. ഒരു വട്ടം മഗ്‌രിബിന് ശേഷം 1. പിന്നെ വയുസന്നു ഇക്സാറുൽ ഇസ്തിഗ്ഫാരി. ഇസ്തിഗ്ഫാറിനെ ഈ ദിവസങ്ങളിൽ പെരുപ്പിക്കുന്ന സുന്നത്തുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എത്രയാവാ ഇക്സാർ. പിന്നെ ഇക്സാറു സ്വലാത്തി അലാ റസൂലില്ലാഹി റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കുക. ഇക്സാറു സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ഇബ്രാഹിമിയത്താണ് അഫ്ളൽ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إكثار الصلاة على رسول إكثار الاستغفار وإكثار الصلاة على رسول الله صلى الله عليه وسلم മുസ്തഫ നബി സല്ലല്ലാഹു. പിന്നെ നോക്കിങ്ങനെ ഹജ്ജിന്റെ ദിവസങ്ങളില് ബഹുമാനപ്പെട്ട ആലി ഇമ്രാനിലെ 96 97 ആയത്തുകളെ പെരുപ്പിച്ച് ഹജ്ജിന് വേണ്ടി അള്ളാഹുവിന്റെ ഖളാ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുന്നത് നല്ലതാണ്. ആലി ഇമ്രാൻ 96 97 ആയത്തുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലതാണ്. അയ്യാമുത്ത ശരീക്ക് കഴിയുന്നവരെ യൗമു തർവിയത്ത് മുതൽ ഒന്നും കൂടി ശക്തിയാണ്.
إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഹജ്ജിന്റെ സമയങ്ങളിൽ പെരുപ്പിക്കുക. 8 ഇന്ന് മുതൽ തന്നെ 8, 9, 10, 12, 12, 13 ശക്തിയാണ്. എപ്പോഴും ആവർത്തി. എന്നിട്ട് എന്ത് ചെയ്യാ? ഇടക്കിടക്ക് ദ്വാരക്ക. അല്ലാഹ്, ഞാൻ ഹജ്ജ് ചെയ്തവരാണെങ്കിൽ അല്ലാഹ്, ഞാൻ ചെയ്ത ഹജ്ജ് നീ എന്നിൽ നിന്ന് കബൂലാക്കണമേ. അല്ലാഹ്, ഇനിയും ഒരു കബൂലാ ഹജ്ജ് ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ. ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലാഹ്, നിന്റെ പരിശുദ്ധ കഅബാലയത്തിൽ ഒന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ. ചെയ്തവരാണെങ്കിൽ അല്ലാഹ് ചെയ്തത് കബൂലാക്കുകയും വേണം. ഇനിയും നീ ചെയ്യാനുള്ള ഇടക്കിടക്ക് ദ്വാരക്ക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഇതിങ്ങനെ ആവർത്തിച്ചു ഓതുക. എന്നിട്ട് ഇടക്കിടക്ക് ഇന്നതിൽ തുടങ്ങാം. 8, 9, 10, 12, 13, 13 വരെ, 8 മുതൽ 13 വരെ കൂടുതൽ ഓതുക. ഇടക്കിടക്ക് ദ്വാരക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വൽ ഫജ്രി യൗമിൻ നഹർ ബലിപെരുന്നാളിന്റെ പ്രഭാതം. ഖാലഹു അക്സറുൽ മുഫസ്സിരീന. പ്രഭാതത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നതുകൊണ്ടാണ് അങ്ങനെ. യൗമു മുഴുവൻ ഉദ്ദേശമുണ്ട്. പക്ഷെ യൗമുൽ ഫറഹി വസ്സീന, തക്ബീറിന്റെ സമയം എന്താണല്ലോ, മുത്തലക്കായ തക്ബീറിന്റെ സമയവും മോമിനീങ്ങൾ അള്ളാഹുവിലേക്ക് പൊട്ടിക്കരയുന്ന നേരം രാവിലെ ആയതുകൊണ്ട് ഫജ്റിനെ എടുത്തു പറഞ്ഞ ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാതം ഏതാണ്? ഈദുൽ അദ്ഹയുടെ പ്രഭാതമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വതക്കയെ പെരുപ്പിക്കുക. ആട്, മാട്, ഒട്ടകങ്ങളെ പോലത്തെ മൃഗങ്ങളെ കണ്ടാൽ അള്ളാഹു അക്ബർ നെരുവട്ടം ചെല്ലുക. ഉളഹിയത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. അറഫയിൽ ചെയ്യേണ്ട അമലുകൾ അടുത്ത ക്ലാസ്സിൽ പറയും. സൂറത്തുൽ ഹജ്ജും ഇതേപോലെ ഇതാണ്. ഫജ്ർ പോലെ രാത്രി കാലങ്ങളിൽ ഓതൽ സുന്നത്താണ്. ഇത് വളരെ പ്രധാനമാണ്. ഏത്? ഈ ഭയങ്കര ഫലം ഉണ്ടാവും. എന്നിട്ട് ചെയ്ത ഹജ്ജ് കബൂലാകാൻ വേണ്ടി ദ്വാരക്കാം. പിന്നെ ഇനിയും ഹജ്ജ് ചെയ്യാൻ തീരെ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ പടച്ചോനെ കബൂലാ ഹജ്ജിനെ എന്നെ എത്തിക്കണം. ഒരുമിച്ച് കുടിച്ചല്ലാന്നത് തെക്മീലത്താണ്. ഇതിന്റെ തെക്മീലത്തായിട്ടാണ് ഹദീസിൽ കാണുന്നത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഏത് തസ്ബീഹ് നിസ്കാരത്തിൽ വരെ വലാ ഹൗല കൂട്ടിച്ചെല്ലാണ് ചെയ്യുക. മനസ്സിലായില്ലേ? സ്വതക്കയെ പെരുപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രാത്രി കാലങ്ങളിലും മറ്റും എപ്പോഴും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് യാ അർഹമർ റഹീമീൻ 1000 വട്ടം ചൊല്ലി ദുആ ചെയ്യുക. എല്ലാവരും എന്ത് തഹജ്ജുദ് നിസ്കാരം യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ എന്ന് 1000 വട്ടം ചൊല്ലിയിട്ട് ബികുല്ലി ഖൈരി മാ ഫി ദുനിയ വൽ ആഖിറ